ഇതിന്റെ പേര് പ്രിൽ എന്നാണ്. ഒന്ന് മാർക്കറ്റ് കമ്പാരിസൺ മാത്രം. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് പാത്രം കഴുകുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് രണ്ടാമത് മറ്റൊരു മാർക്കറ്റിൽ ലഭ്യമായ പാത്രം കഴുകുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഇതില് ഈ ഒരു ചാർട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ MRPയുടെ ഒരു കോളം ഉണ്ട് അല്ലെ, ബ്രാൻഡ്, ക്വാണ്ടിറ്റി, ടൈപ്പ്, MRP, DP. അതിൽ DPയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ മാറ്റി നിർത്തുന്നു. MRPയുടെ കോളം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ MRPയുടെ കോളം നോക്കിയിട്ട് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും വിലക്കുറവ് പ്രില്ലിനാണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, അവരുടെ അളവ് 425 മില്ലിയാണ്. അതായത് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ 3 കുപ്പിയും സൂപ്പർ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ 3 ഒരേ വലിപ്പമാണ്. പക്ഷെ അവര് അളവ് ഒരു 75 മില്ലി കുറച്ചിട്ടുണ്ട്. മതി, ഏറ്റവും വിലക്കുറവെന്ന് നമ്മൾ വിചാരിച്ച സാധനത്തിനാണ് ഏറ്റവും വില കൂടുതൽ. അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് നമുക്കൊന്ന് മാറ്റി നിർത്താം. അതിനുശേഷം വരുന്ന 2 പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. കാരണം രണ്ടും 500 മില്ലിയാണ്. വിമ്മിന് 500, 500. ഒന്ന് വിമ്മ് 130, നമ്മുടെ 150. ഇനി നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുകയാണെങ്കിൽ കസ്റ്റമർ പറയും നമ്മളതിനാണ് വില കൂടുതൽ, കാരണം 20 രൂപ നമ്മുടെ കൂടുതലുണ്ട് അല്ലെ. ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, തൊട്ടടുത്ത് മറ്റൊരു കോളം ഉണ്ട്, MRPന്റെ തൊട്ടടുത്ത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ടൈപ്പില് പ്രില്ലും വിമ്മിന്റെ നേരെ ഒന്നും എഴുതിയിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നേരെ ഏറ്റവും അടിയിൽ നോക്കിയാൽ അറിയാം 2x എന്ന് എഴുതിയിട്ടുണ്ട്. ആ 2x എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ഉള്ളത്. അതായത് ഗാഠലായനിയാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇത് നേർപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. അതായത് നമ്മുടെ വെള്ളവുമായിട്ട് ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ആ ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവാണ് x. അതായത് ഈക്വൽ എമൗണ്ട് വാട്ടർ കൂടെ ആഡ് ചെയ്യണം. അതായത് 500 മില്ലി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി പ്ലസ് 500 മില്ലി പച്ചവെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ അളവ് 1 ലിറ്ററായി. 1 ലിറ്ററിന് 150, 500 മില്ലി വിമ്മിന് 130. ഇനി കസ്റ്റമറോട് പറയാ ഏതിനാണ് വില കൂടുതൽ. ഉത്തരം മാറിയോ? ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ബാക്കി ഒരു പ്രൊഡക്റ്റിന്റെ മുകളിലും എക്സ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതായത് എക്സ് കാണിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ഓൾറെഡി കമ്പനികൾ തന്നെ റെഡി ടു യൂസ് ഡയലൂട്ട് ചെയ്തതാണ്, നേരെ വാങ്ങി ഉപയോഗിക്കാനുള്ളൂ. എന്നാൽ ഇത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ 2x മാർക്ക് അവിടെ വന്നത്. ഇനി അതായത് 1 ലിറ്ററിന് 115 ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ലഭ്യമല്ല.